ഹലോ ഹലോ ഹലോ, ഹാപ്പി ഓണം. ഓണമൊക്കെ അല്ലേ, നമുക്കൊരു പായസം ആയാലോ, ഒരു പൂക്കളിട്ട പായസം. അതിന് വേണ്ടി ഗ്രീൻ കളറിന് വേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയില എടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് എടുത്തിട്ട് ഇത്തിരി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അതിനൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് മൈദ. പൂ ഉണ്ടാക്കുന്നത് മൈദ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ ബൗളിലും മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഡിഫറെൻറ്റ് കളേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ റെഡ് ഫുഡ് കളർ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ കേസരി ഉണ്ടാക്കാൻ എടുക്കില്ലേ, അതൊരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഓറഞ്ച് കളർ കിട്ടും. പിന്നെ ഗ്രീൻ കളറ്, പിന്നെ യെല്ലോ, ടർമറിക്ക്, മഞ്ഞപ്പൊടി, ഗ്രീൻ കളർ മുരിങ്ങയുടെ കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക. അരിപ്പൊടിയല്ലേ, വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് എല്ലാത്തിലിടാം. ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കുഴിച്ചെടുക്കാം. ഞാനാണ് ചൂടുവെള്ളം കൊണ്ട് ഒഴിക്കുന്നത്. നല്ലോണം മിക്സ് ആക്കുക, കുഴച്ചെടുത്തു. ഇത്തിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇപ്പോൾ ഗ്രീൻ കണ്ടോ, ഇത്തിരി വെള്ളം കൂടുതലാണ്. പക്ഷെ കുറച്ച് അധികം ടൈം എടുത്തിട്ട് അത് ചെയ്യണ കൊണ്ട് വെള്ളം കറക്റ്റായി കിട്ടും. പിന്നെ ഞാൻ ബ്രൗണിന് വേണ്ടി കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് കെട്ടി പിന്നെ സാധാ വൈറ്റ്. അപ്പോൾ വൈറ്റ്, ബ്രൗൺ, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ. ഇനി എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബൗൾസ് ആക്കുക. ഒരു 5 ബൗൾസ് ഒരുമിച്ച് ഒരു കൂട്ടി വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു ബൗൾ, ഒരു വേറെ ഡിഫറെൻറ്റ് കളറുകൾ വെച്ച് നമുക്ക് പൂ റെഡിയായി. ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ക്ലേ വെച്ച് കാട്ടുണ്ടാക്കില്ലേ, അത് തന്നെ അരിപ്പൊടിയിൽ ചെയ്യണമെന്ന് മാത്രം. അരിപ്പൊടി യൂസ് ചെയ്യാം, മൈദ യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ, ക്ഷമ വേണം കേട്ടോ, കുറേ ടൈം എടുക്കും ഇങ്ങനെ ചെയ്യാൻ. പിന്നെ ഒരു വാഴയിലയിൽ ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. നമ്മളിത് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് കുക്കാക്കുക. പിന്നെ എല്ലാ ഫ്ലവറും ഒന്ന് ഓയിൽ ചെയ്തെടുക്കുന്നുണ്ട്, ഓയിൽ ബ്രഷ് ചെയ്യുന്നുണ്ട്. അതൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെള്ളം വെച്ചു സ്റ്റീമറിൽ. വാഴയില ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സിനെല്ലാം ഒന്ന് കുക്കാക്കി എടുക്കാം. ചിലതൊക്കെ ഇങ്ങനെ വെള്ളം, ഇപ്പം ഈ ബ്രൗൺ കണ്ടോ, അത് വെള്ളം കുറഞ്ഞിട്ട് ഞാൻ അഡീഷണൽ വെള്ളം ആക്കിയപ്പോൾ ഒരു കുഴഞ്ഞ മാതിരിയായിപ്പോയി. വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക, ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള വൈറ്റും യെല്ലോയും കൂടെ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വൈറ്റും ഓറഞ്ചും നല്ല ഭംഗിയുണ്ട്. ബീട്രൂട്ടിൻ്റെ കളർ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, പിങ്ക് കളറ് കിട്ടും. പിന്നെ ശംഖുപുഷ്പമാണെങ്കിൽ ബ്ലൂ കളറ്, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. വെള്ള കളർ വെച്ചിട്ട് ഉണ്ടാക്കി. അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കാൻ നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വല്ല ഒട്ടിപ്പിടിച്ചാലോ വിചാരിച്ചിട്ട് ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വിചാരിച്ചു. ശരിക്കും ഇപ്പോൾ ഒരു പൂക്കളം ഇടണ മാതിരി തന്നെയാണ് കേട്ടോ ഇത്. എന്നിട്ട് നമുക്ക് ഇനി ഇതിനെ ക്ലോസ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഇതില്ലേ, സാഗോ ചൗവരി, അത് കുറച്ച് ഞാൻ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ്സോളം അതവിടെ സോക്ക് ചെയ്യാനിരിക്കട്ടെ. ആ ടൈമിൽ നമ്മുടെ ഇത് ആവി വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ല രസം കേട്ടോ കാണാൻ, നല്ല കളറൊക്കെ നല്ല ഒന്നുകൂടി ഇതായി, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അത് തന്നെ ഭയങ്കര ഇത്.
ഇനി നമുക്ക് ഓരോന്നിനെ ഇങ്ങനെ എടുത്ത് മാറ്റാം. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട്. ഇത് കഴിക്കാൻ പറ്റുമെന്ന് നമുക്ക് ആദ്യം എല്ലാവരും വിചാരിച്ച് ക്ലേ ആയിരിക്കുന്നത്, പക്ഷെ ക്ലേ അല്ല, അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ അരിപ്പൊടി വെച്ചിട്ട് ഇതേമാതിരി ഓരോന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി. അവൻ പൂ 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ട്രിപ്പ് വയ്ക്കാം. അതും ഇതേമാതിരി ഒന്ന് മുട്ടാണ്ട് വെച്ച്, മുട്ടിയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ലോണം കിട്ടും. സെക്കൻഡ് ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പൂവൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റേ ബിരിയാണി അരിയില്ലേ, ജീരകശാല, അതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി പായസമാണ്. അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അതും അവിടെ നിന്ന് സോക്കാവട്ടെ. ആ ടൈമിൽ നമ്മൾ സെക്കൻഡ് ട്രിപ്പും ആയിട്ടുണ്ട് കേട്ടോ. അതിനെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് പൂവിനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നൊക്കെ നോക്കി എല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണ്ട്. പിന്നെ കുറച്ച് ബദാം സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ സോബ റൈസ് ഇത് വെച്ച് ചൗവരി വെച്ചു, ബസ്മതി റൈസ് വെച്ചു, ബസ്മതി അല്ല, ജീരകശാല ബിരിയാണി അരി, പിന്നെ കുറച്ച് ആൽമണ്ട്സും ഇതേമാതിരി ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലി പോവും. അപ്പോൾ അതും വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. പീൽ ചെയ്ത് കളയണം. സോബ റൈസ് ഒന്ന് കഴുകണം. അതിനൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. സോഗല്ല, സാഗോ റൈസ്. എവിടെ നിന്ന് സോഗ വന്നു എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് പൂക്കൾ മാതിരി ആയില്ലേ, അത് തന്നെ. പിന്നെ എല്ലാത്തിനും ഞാൻ പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് ബസ്മതി റൈസ്, ജീരകശാല ബിരിയാണി അരി, അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അരയ്ക്കണ്ട, ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ, വെള്ളമില്ലാണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു അടി കട്ടിയുള്ള പാത്രം വയ്ക്കുക. ഞാൻ കുക്കർ എടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും, നല്ലോണം തിളച്ചിട്ടോ, നമുക്ക് അരിയില്ലേ ക്രഷ് ചെയ്ത് വെച്ച റൈസ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകശാലയുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് റൈസ് കുക്കാകണം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് കുക്കാവട്ടെ. വിസിലൊന്നും വെക്കണ്ട, റൈസിൽ പാലിൽ കിടന്ന് നല്ലോണം റൈസ് കുക്കാവട്ടെ. പിന്നെ അതിലേക്ക് നമുക്ക് ബദാം, അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബദാം കുറച്ച് അധികം നേരം സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് നേരം തന്നെ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സാഗോ അല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. സാഗോ അതിടുമ്പോൾ നല്ലൊരു കുറുകുറുപ്പുണ്ടാവും. അഡീഷണൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ അതും ഇട്ടു. പിന്നെ ബദാം ക്രഷ് ചെയ്തത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ആക്കുക. ഇനി ഇതെല്ലാം ആ പാലിൽ കിടന്ന് നല്ലോണം കുറുക്കി കുക്കായി വരട്ടെ. നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. കുറച്ച് ഷുഗറും കാർഡമവും കൂടി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. ഷുഗർ നമ്മുടെ നിങ്ങൾക്ക് എത്ര മധുരം വേണം കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഞാനത് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക.
പരിപാടി തീർന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണമുള്ളൂ. നട്ട്സും കാര്യങ്ങളും ഇട്ടാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ ഗാർണിഷ് ചെയ്യാൻ. ഇനി നമ്മുടെ ഫ്ലവേഴ്സിനെ നമുക്കിതിലേക്ക് ഇറക്കാം. ഫ്ലവേഴ്സും അതിൽ കടന്നൊന്ന് ആ ഒരു സ്വീറ്റൊക്കെ ഇതിലേക്ക് കിട്ടട്ടെ. അങ്ങനെ നമ്മളെല്ലാ ഫ്ലവേഴ്സിനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ്സോളം വെച്ച് നല്ലോണം അതൊന്ന് ഓൾറെഡി കുക്കാണ്. അതിലേക്ക് ആ ഷുഗറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ അടി വയ്ക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു, അറിയില്ല. നല്ലോണം മിക്സാക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ഇതേമാതിരി ആൽമണ്ട് തന്നെ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. പിസ്ത അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കുക. നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ നമ്മുടെ പൂക്കള പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അത്രയുണ്ട് കേട്ടോ. 4 പേർക്ക് മാക്സിമം. പിന്നെ എൻ്റെ മോനും ഉണ്ട്, അവനാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് നോക്കുക, ട്രൈ ചെയ്യുക കേട്ടോ. ഒരു വെറൈറ്റി ടൈപ്പ് പായസമായി, അതിൻ്റെ പൂക്കളും. ഇഷ്ടമായ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് കടക്കാം. കുറച്ച് ആറാൻ വെച്ചിട്ടുണ്ടായിട്ട് ഇപ്പോൾ എൻ്റെ മോനൊരു ക്ഷമയില്ലാതെ ഇത് കണ്ടിട്ട് പൂവെടുക്കണം. ചൂടാണ്, കൈപൊള്ളി. എല്ലാത്തിലും ഓരോ പൂക്കളുണ്ട് കേട്ടോ. ഒരു 3-4 പൂക്കളം വെച്ച് ഞാൻ വെച്ച് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഫ്ലവറാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്, യെല്ലോ ഓറഞ്ച്. അപ്പോൾ ഇവൻ ടേസ്റ്റ് ചെയ്യാൻ വരണ്ട, ഇപ്പോൾ ചൂടാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഊതണൊക്കെ ഉണ്ട് കേട്ടോ. അവൻ ചൂടിനെ പറയണത് തീ എന്നാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ആറ്റിയിട്ട് ഊതിയിട്ട് കഴിക്കാൻ നോക്കുന്നുണ്ട്.